പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാന്വേഷയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരിൽ കൂടിയ പേരും ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് വരിക. ചിലർ രോഗത്താൽ അടിമപ്പെട്ടവർ കഴിയുമ്പോൾ രോഗം അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. ചിലർക്ക് സമ്പത്ത്, അവർക്ക് ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥ, ചിലർക്ക് ദാരിദ്ര്യം, ചിലർക്ക് മറ്റു തരത്തിലുള്ള കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോഴും ഒക്കെ ഉറക്കമില്ലാതെ വരും. അതിനെന്താണ് ഒരു പ്രതിവിധി? ഞാൻ പറയും, ജീവിതത്തിൽ അത്യാഗ്രഹവും അഹന്തയും ഉള്ളവന് ഒരിക്കലും സ്വൈര്യമുണ്ടാവില്ല. സ്വൈര്യമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ ഉറക്കവും നഷ്ടപ്പെടും. എന്നാൽ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ എളിമപ്പെടണം. ആത്മാവിൽ ദാരിദ്ര്യവും എളിമയും ഉള്ളവന് സമാധാനമുണ്ട്. സമാധാനം അവൻ്റെ കൂടപ്പിറപ്പാണ്. അതുവഴി അവന് ഉറക്കം കിട്ടും. എങ്ങനെ? ലളിതമായ ഭാഷയിൽ ഇങ്ങനെ വേണേ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ടാണ് ഈ ഉറക്കമില്ലാത്തവര് തങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലുള്ള ആ അവസ്ഥ കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയോ ആക്കാതെയോ ഒക്കെ അഹങ്കാരത്തോടെ വ്യാപരിക്കുകയും ചെയ്യുന്നുണ്ട്. അഹങ്കാരം കടന്നുകൂടിയാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നതിലല്ല, നമുക്ക് ശാന്തത കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല. നമ്മൾ അഹങ്കാരികളാണ്, നമുക്ക് പോലും അറിയാൻ പറ്റാതെയും വരും. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ എളിമയോടെ വ്യാപരിച്ച് എൻ്റെ കുറവെന്തെന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ അഹങ്കാരിയാണ്, അഹങ്കാരമുണ്ട്, അഹങ്കാരത്തിന് പ്രവൃത്തികൾ വരുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവൂ. ഒരുപക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുകയല്ല, നമ്മളത് സ്വീകരിക്കുകയല്ല. ഓ, എനിക്കങ്ങനെ ചിന്തയൊന്നുമില്ല, ഞാനങ്ങനെ അഹങ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുമ്പോട്ട് പോകും. ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് തന്നെ ചോദിക്കണം, ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്താ എനിക്ക് പറ്റിയത്? എന്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഉറക്കക്കുറവ് വരുന്നു? അങ്ങനെ ആലോചിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പയ്യെ ധ്യാന വിഷയമായി കഴിഞ്ഞാൽ നമുക്ക് പയ്യെ മനസ്സിലാകും ഏറ്റവും പ്രധാനമായിട്ടും അഹങ്കാരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമാകാം. ആരോഗ്യത്തിന് കാര്യം കൊണ്ടുള്ള അഹങ്കാരമാകാം, മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ആ സൗന്ദര്യമുണ്ട്, അതിൻ്റെ പേരിലുള്ള അഹങ്കാരമാകാം. അതിൽ നമ്മുടെ കുടുംബം സുസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരു പേരുദോഷമൊന്നുമില്ല, അതിൻ്റെ പേരിലുള്ള അഹങ്കാരമാകാം. അല്ലെങ്കിൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടിയിരിക്കുന്നു, അവർ സ്നേഹിച്ചു പോകുന്നു, അതിൻ്റെ പേരിലുള്ള അഹങ്കാരമാകാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മക്കൾക്ക് ഉന്നതി കിട്ടി, അതിൻ്റെ പേരിലുള്ള അഹങ്കാരമാകാം. അല്ലെങ്കിൽ മക്കൾ നല്ല നിലയിലായി തീർന്നു, ഒരു പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ, അപ്പൊ അതുകൊണ്ടുള്ള അഹങ്കാരമാകാം. ഇങ്ങനെ അഹങ്കാരങ്ങൾ പലവിധമാകാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അഹങ്കരിക്കുന്ന മേഖലകൾ ആത്മശോധന ചെയ്ത് കണ്ടെത്തുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ ഇരിക്കണം. മറ്റാർക്കും അധികം ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ധ്യാനത്തിൽ പോയിരുന്നാൽ 5 ദിവസം കൊണ്ട് ഒരാൾ ധ്യാനത്തിൽ കൂടിയാല് ഒരുപക്ഷെ ദൈവനിവേശിതമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സൂചിപ്പിച്ചു തന്നു തരും. പക്ഷെ പൂർണ്ണമായിട്ടും അറിഞ്ഞുകൂടാ അത് കിട്ടുമോ ഇല്ലെന്നുള്ളത്. ഞാൻ പറയും, അത് തിരിച്ചറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ എളിമയോടെ ഇരിക്കണം. എന്താണ് ദൈവമേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത്? എന്താണ് ദൈവമേ എൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്ന് ദൈവസന്നിധിയിൽ എളിമയോടെ കുറേ നാളുകൾ ചോദിച്ചാൽ നമ്മുടെ ഈ അഹങ്കാരത്തിന്റെ മേഖല അതെന്താണെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ എളുപ്പമാണ്, പിന്നെ ജീവിതത്തിൽ വിജയം വരിക്കാൻ എളുപ്പമാണ്, പിന്നെ ഉറക്കം ശാന്തമായിട്ട് കിട്ടിക്കോളും, സ്വസ്ഥമായിട്ട് കിട്ടിക്കോളും. പിന്നെ ആരും പറഞ്ഞേക്കരുത്, ഈ എപ്പോഴും ഉറക്കമാണ്, ഉറക്കം തീരുന്നില്ലെന്ന് പറഞ്ഞേക്കരുത്. ഉറക്കം ഒരു ദൈവിക ദാനമാണ്, എല്ലാ മരുന്നിനേക്കാളും ശ്രേഷ്ഠമാണ്. ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ അവൻ ദൈവത്തിന്റെ മകനാകണം, മകളാകണം, അത് നമുക്കിടയാകണം. അതുകൊണ്ടാണ് ഈ അത്യാഗ്രഹവും അഹന്തയും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഒപ്പം നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം, എളിമ സ്വന്തമാക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ വിജയിക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-21 പറയുന്നു, ദൈവം അവനോട് പറഞ്ഞു, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പൊ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്തെ ശേഖരിച്ചു വെക്കുന്നവനും. അതെ, ദൈവസന്നിധിയിൽ സമ്പന്നനാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവികാനനാഥ തിരുമുമ്പിൽ നിൽക്കുന്നു, എല്ലാവരെയും കുറവ് തിരുത്തി മനസ്സാന്തരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ശാന്തമായി ഉറങ്ങുവാൻ, സ്വസ്ഥമായി ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ. ആശീർവദിക്കണമേ നാഥ. കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഭർത്താവിന്റെ സംസർഗവും എല്ലാ മക്കളുടെയും ശാന്തമായ ജീവിതത്തോടും സ്വസ്ഥമായ ജീവിതത്തോടും നല്ല ഉറക്കത്തിന്റെ ആ അനുഗ്രഹത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ.
ദിവ്യകാരുണ്യനാഥ